പ്രോട്ടേം സ്പീക്കർ സ്ഥാനം മാറ്റി നൽകിയതിൽ പ്രതികരണവുമായി കൊടിക്കുന്നിൽ സുരേഷ്. നരേന്ദ്രമോദിയും ബിജെപിയും ലോക്സഭാ ചട്ടങ്ങൾ അട്ടിമറിച്ചു. കോൺഗ്രസുകാരനായതുകൊണ്ടാണ് തന്നെ തഴഞ്ഞത്. ജനാധിപത്യ മൂല്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി. ലോക്സഭയിലെ എട്ടാമത്തെ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ട മാവേലിക്കര എം പിയായ ഞാനാണ് പ്രോട്ടേം സ്പീക്കർ ആകേണ്ടത്. പക്ഷേ BJP അതിനെ അട്ടിമറിച്ചു. എന്നേക്കാൾ ജൂനിയറായ ഒരാളെയാണ് പ്രോട്ടേം സ്പീക്കറായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ലോക്സഭയുടെ കീഴ്വഴക്കം അനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗം ഏറ്റവും കൂടുതൽ കാലം MP ആയി ജയിച്ച ആളിനെയാണ് പ്രോട്ടേം സ്പീക്കറാക്കിക്കൊണ്ട് പുതുതായി ജയിച്ചു വന്ന MP മാരെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. പക്ഷേ നരേന്ദ്രമോദിയും BJPയും ബോധപൂർവം കോൺഗ്രസിന്റെ MP ആയി ഞാനാണ് സീനിയർ MP ആയി വന്നതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇതുവരെയുള്ള ലോക്സഭയിലെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് BJPക്കാരനായ ഒരു MP പ്രോട്ടേം സ്പീക്കറാക്കിയിരിക്കുകയാണ്. ലോക്സഭയിലെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ഷമീർ ചേർന്നുണ്ട്. ഷമീർ, ഈ ഒരു പ്രോട്ടേം സ്പീക്കർ സ്ഥാനം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. വിവരങ്ങൾ. പ്രോട്ടേം സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഫേസ്ബുക്കിൽ ഈ ഒരു സാഹചര്യം ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാകുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ഇത് വലിയൊരു പ്രതിഷേധമായി ഉയർത്തും പാർലമെന്റിനുള്ളിൽ. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പറയുന്നത് പാർലമെന്റിൽ ഇത് ചോദ്യം ചെയ്യുമെന്നാണ്. വളരെ സീനിയർ ആയിട്ടുള്ള എട്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ട തന്നെ ഒഴിവാക്കിയത് കോൺഗ്രസുകാരനായതുകൊണ്ടാണ് തന്നെ ഇത്തരത്തിലൊരു സ്പീക്കർ സ്ഥാനത്ത് പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത് ജനാധിപത്യ മൂല്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. ജനാധിപത്യ മൂല്യങ്ങളെ നരേന്ദ്രമോദിക്കും BJPക്കും വിശ്വാസമില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കാനുള്ള സമീപനമാണ് ഇപ്പോഴുള്ള നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തും. ആദ്യ ദിനം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രോട്ടേം സ്പീക്കറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ലോക്സഭയിൽ ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും താനാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗം. അത് മറികടന്നുകൊണ്ട് തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ വെച്ചത് ശരിയായ നടപടിയല്ല. അത് ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പാർലമെന്റിൽ ചോദ്യം ചെയ്യാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അവസാനം ശരി, താൻ കോൺഗ്രസുകാരനായതുകൊണ്ടാണ് തന്നെ തഴഞ്ഞത് എന്നാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രോട്ടേം സ്പീക്കർ സ്ഥാനം മാറ്റി നൽകിയതിൽ വലിയ വിവാദവും പ്രതിഷേധവും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. വിവരങ്ങളാണ് ഷമീർ അബ്ദുൾ നൽകിയത്.